ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സൗമ റംബ 5 ഞായർ 2024 മാർച്ച് 10. യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങൾ. യേശു എന്താണ് നിലത്ത് എഴുതിയത്? നമുക്ക് ആ തിരുവചനങ്ങൾ ആദ്യം കേൾക്കാം. യേശു ഒലിവ് മലയിലേക്ക് പോയി. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേദശാസ്ത്രിമാരും ഫരിസയരും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. അവർ അവനോട് പറഞ്ഞു, ഗുരോ, ഈ സ്ത്രീ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ നീ എന്തു പറയുന്നു? ഇത് അവനിൽ കുറ്റം ചുമത്താൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതായിരുന്നു. യേശുവാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവരെവിടെ? ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. പൊയ്ക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. നമ്മൾ ഈ തിരുവചനങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം അഭിമുഖീകരിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിനുത്തരം പറഞ്ഞിട്ട് നമുക്ക് ഈ സംഭവത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. അതിനിടയിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വന്നൊരു കാര്യം, 2 പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത് യേശു കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അത് 2 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. അപ്പം അതിനെന്തോ സവിശേഷ പ്രാധാന്യം ഉള്ളതാണ്, അല്ലെങ്കിൽ അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് നിരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ട് തന്നെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ നിരീക്ഷണം, ഈ 4-ാം സുവിശേഷത്തിൻ്റെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 3-ാം ശതകത്തിന് മുമ്പുള്ള ഒരു കയ്യെഴുത്ത് പ്രതിയിലും ഈ സംഭവമില്ല. അതായത് യോഹന്നാൻ്റെ സുവിശേഷം എഴുതപ്പെട്ടത് 60-കൾക്ക് ശേഷം 90-കളിൽ വരെ, അതാണ് ഒരു കാലയളവ്. ഏതായാലും 120-ൽ ഉള്ള ഒരു കയ്യെഴുത്ത് പ്രതി നമുക്ക് കണ്ടുകിട്ടിയിട്ടുണ്ട്. ഈ ക്രിസ്തുവർഷം 120-ലെ ഒരു കോപ്പി എന്ന് വെച്ചാൽ അതിനും കുറേ വർഷങ്ങൾക്ക് മുമ്പായിരിക്കുമല്ലോ ഇത് എഴുതപ്പെട്ടത്. അതിൻ്റെ ഒരു പകർപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 120-ൽ. അപ്പം അതിനും വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 90-കൾ, ഒരു പക്ഷേ അതിന് മുൻപാകാം, 60-കളുടെ അവസാനം വരെ ആകാം. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ടതാണ്. ഏതായാലും 90-കൾ കണക്കാക്കുക. ആ സമയത്ത് എഴുതപ്പെട്ട കയ്യെഴുത്ത് പ്രതി തൊട്ട് 3-ാം നൂറ്റാണ്ട് വരെയുള്ള കയ്യെഴുത്ത് പ്രതികളിൽ ഈ സംഭവം യോഹന്നാൻ്റെ സുവിശേഷത്തിന് കയ്യെഴുത്ത് പ്രതിയിലില്ല. ആദ്യത്തെ 3 ശതകങ്ങളിലെ സഭാപിതാക്കന്മാർ ഈ സംഭവത്തിന് വ്യാഖ്യാനം നൽകിയിട്ടുമില്ല. എന്നാൽ 3-ാം ശതകത്തിന് ശേഷമുള്ള സഭാപിതാക്കന്മാരായ ആഗസ്തീനോസ്, അംബ്രോസ് എന്നിവർ ഈ കഥ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ നിരീക്ഷണം. രണ്ടാമത്തെ ഒരു കാര്യം, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ദൈവശാസ്ത്ര ഭാഷയോ ദൈവശാസ്ത്രമോ അല്ല ഈ സംഭവത്തിലുള്ളത്. യേശു പാപികളോട് കരുണ കാണിക്കുന്ന ധാരാളം സംഭവങ്ങൾ 3-ാം സുവിശേഷത്തിൽ, ലൂക്കായുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 7, 36, 50, 8-ാമത്തെ അധ്യായം 1, 3, അങ്ങനെ പലതും. മാത്രമല്ല 3-ാം സുവിശേഷത്തിൻ്റെ ചില കയ്യെഴുത്ത് പ്രതികളിൽ ലൂക്കായുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം 38-ാം വാക്യത്തിന് ശേഷം ഈ സംഭവം വർണ്ണിച്ചിട്ടുണ്ട്. അതിനാൽ അന്തിമ പാഠ സംയോജകൻ 3-ാം സുവിശേഷം വർണ്ണിച്ചിരിക്കുന്ന ഒരു സംഭവം
4-ാം സുവിശേഷത്തിലേക്ക് പറിച്ചു നട്ടതായിരിക്കും 3-ാം നൂറ്റാണ്ടിൽ. നിങ്ങൾ മാനുഷികമായി വിധിക്കുന്നു, ഞാൻ ആരെയും വിധിക്കുന്നില്ല എന്നും യോഹന്നാൻ 8:15. നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം ആരോപിക്കാൻ കഴിയും, യോഹന്നാൻ 8:46 എന്നും യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ ചോദിക്കുന്നുണ്ട്. ഈ തിരുമൊഴികളെ തുണയ്ക്കാൻ, പിന്താങ്ങാൻ ഈ സംഭവത്തിന് കഴിയും എന്നതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷത്തിലുള്ള ഒരു സംഭവം അവിടെ നിന്നെടുത്ത് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് പറിച്ചു നട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലത്തീനിലുള്ള വുൾഗാത്ത പാഠാന്തരത്തിലുള്ളതെല്ലാം കാനോനികമാണെന്ന് ട്രെന്റ് സൂനോദോസ് തീർപ്പ് കൽപ്പിച്ചിരുന്നു. ആ പതിപ്പിൽ ഇവിടെയാണ്, അതായത് വുൾഗാത്ത എന്ന് വെച്ചാൽ ലത്തീൻ പതിപ്പിൽ യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ഈ സംഭവം കിടക്കുന്നത്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ സഭയിൽ സ്വീകരിച്ചു. ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ലൂക്കായുടെ സുവിശേഷത്തിൽ വർണ്ണിച്ചിരിക്കുന്ന ഒരു സംഭവം, ലൂക്ക 21:38 ശേഷം വർണ്ണിച്ചിരിക്കുന്ന സംഭവം അവിടെ നിന്നെടുത്ത് യോഹന്നാന്റെ സുവിശേഷത്തിൽ വെച്ചു 3-ാം നൂറ്റാണ്ടിൽ. അല്ലാണ്ട് കൂട്ടിച്ചേർക്കുകയോ എഴുതി പിടിപ്പിക്കുകയോ അങ്ങനെയൊക്കെ ആൾക്കാർക്ക് വിചാരമുണ്ട്. അതൊക്കെ ശുദ്ധ മണ്ടത്തരത്തിൽ നിന്ന് വരുന്നതാണ്. ഒന്നാമത്തെ ബൈബിളിന്റെ കയ്യെഴുത്ത് പ്രതികൾ 25,000-30,000 കയ്യെഴുത്ത് പ്രതി. എല്ലാ കയ്യെഴുത്ത് പ്രതിയൊന്നും വത്തിക്കാന്റെ കയ്യിലില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിലൊന്നും മാറ്റം വരുത്താൻ കഴിയില്ല. അത് തുറന്ന് വായു കൊണ്ടു കഴിഞ്ഞാൽ ദ്രവിച്ചു പോകാൻ സാധ്യതയുണ്ട്. അത് അത്രയും ഭദ്രമായിട്ട് സൂക്ഷിക്കപ്പെടുന്ന സംഗതികളാണ്. പിന്നെ ഒരു കയ്യെഴുത്ത് പ്രതിയിൽ മാത്രം മാറ്റിയിട്ട് വല്ല കാര്യമുണ്ടോ? 25,000-ഓളം കയ്യെഴുത്ത് പ്രതികളുണ്ട്. അതെല്ലാം ഇരിക്കുന്ന പല മ്യൂസിയങ്ങളിലാണ്. അപ്പം അതുകൊണ്ട് ബൈബിളിലെ എല്ലാ കയ്യെഴുത്ത് പ്രതിയും വത്തിക്കാൻ്റെ ഉള്ളിലാണെന്നും എല്ലാ കയ്യെഴുത്ത് പ്രതിയും മാർപ്പാപ്പ പറയുന്നതനുസരിച്ച് മാറ്റി എഴുതാണെന്നൊക്കെ വലിയ മണ്ടത്തരങ്ങൾ കൊട്ടിഘോഷിക്കുന്നുണ്ട്. ഇതിനെ ഒരു ചരിത്രം അറിയാത്തവരാണ് ഈ കഥകൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കണേ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആവർത്തിക്കുന്നത്, ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 38-ാം വാക്യത്തിന് ശേഷമുള്ള ഒരു സംഭവം, അത് ദൈവശാസ്ത്രപരമായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തോട് ഈ രണ്ട് സംഗതികൾ തുണയ്ക്കാനായിട്ട് നല്ലതാണെന്ന് അന്തിമ പാഠസംശോധകൻ, ഫൈനൽ എഡിറ്റർ കണ്ടതുകൊണ്ട് അത് അവിടെ നിർത്തി ഇവിടെ വെച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ തോന്നി വലി കൂട്ടിച്ചേർത്തതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ സംഭവത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഗതി, മനുഷ്യൻ നടത്തുന്ന വിധിപ്രസ്താവവും ദൈവം നടത്തുന്ന ന്യായവിധിയും തമ്മിൽ അതിൻ്റെ അന്തരം വളരെ നാടകീയമായിട്ട് ചിത്രീകരിക്കുകയാണ്, വളരെ പ്രകടമായിട്ട് അവതരിപ്പിക്കുക. മാത്രമല്ല നീതിയും ദൈവത്തിൻ്റെ കരുണയും, ഈ കരുണ കാണിക്കുന്ന ആൾക്ക് എങ്ങനെ നീതി ചെയ്യാൻ പറ്റും? അത് വലിയൊരു ചോദ്യമാണ്. ഇത് രണ്ടും വളരെ ഇത് തമ്മിലൊരു ലോലമായ സന്തുലിതാവസ്ഥയുണ്ട്. ആ സന്തുലിതാവസ്ഥ ഈ സംഭവത്തിൽ നിലനിർത്തിയിട്ടുണ്ട് യേശു. പാപത്തെ തള്ളി പറയുകയും പാപിയെ ആലിംഗനം ചെയ്യുന്ന ഒരു മാജിക്കാണ് ഈ സന്തുലിതാവസ്ഥ. അത് വളരെ ഗംഭീരമായിട്ട് കർത്താവ് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. ഇതെല്ലാം നമുക്ക് മാതൃകയാണ് താനും. ഇത്രയും നിരീക്ഷണങ്ങളായി കണ്ടിട്ട് നമുക്ക് ഇതിലത്തെ ചില സംഭവങ്ങളിലേക്ക് പോകാം. നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന വളരെ പ്രശസ്തമായ പല വ്യാഖ്യാനങ്ങളും അത്ര ശരിയല്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കും. അതിനാൽ ഞാൻ പറയുന്നത് മനസ്സിരുത്തി പല പ്രാവശ്യം കേൾക്കണം എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ വീണ്ടും ദേവാലയത്തിൽ വന്നു യേശു, വീണ്ടും ഒലിവുമലയിൽ നിന്ന് വീണ്ടും ദേവാലയത്തിൽ വന്നു. അതിലൂടെ ഒരു രംഗസജ്ജീകരണം നടത്തുകയാണ്, പശ്ചാത്തലം വർണ്ണിക്കുകയാണ്. യെറൂസലേമിലായിരുന്നപ്പോഴൊക്കെ യേശു ദേവാലയത്തിൽ പോവുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. ലൂക്ക 20:1, 21:1, 37, 21:37, 22:53. ദേവാലയം പ്രാർത്ഥനാലയം മാത്രമല്ല, മതബോധന ആലയവുമാണ്. യേശു ദേവാലയത്തിൽ വന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനാലയം മാത്രമല്ല ദേവാലയം, മതബോധനം പഠിപ്പിക്കാനുള്ള ആലയം കൂടിയാണ്. ഈ സ്ത്രീയെ നടുവിൽ നിർത്തി ആരോപിക്കപ്പെട്ട പ്രതി ന്യായവിസ്താര സമയത്ത് എഴുന്നേറ്റ് നടുവിൽ നിൽക്കണമെന്നാണ് ചട്ടം. നടപടിഗ്രന്ഥം 4:7 കാണാം. പത്രോസിനെയും യോഹന്നാനെയും ന്യായാധിപ സംഘം നടുവിൽ നിർത്തി. എന്നിട്ട് കുറ്റം ആരോപിക്കുകയാണ്. എന്താണ്? വ്യഭിചാര കർമ്മത്തിൽ തന്നെ ഇവൾ പിടിക്കപ്പെട്ടു. മോശയുടെ ന്യായപ്രമാണത്തിലെ 2 നിയമങ്ങളിൽ ഒന്ന് ഇങ്ങനെയാണ്: മറ്റൊരാളുടെ ഭാര്യയുമായി കിടക്ക പങ്കിടുന്നതായി ഒരാൾ പിടിക്കപ്പെട്ടാൽ 2 പേരെയും, അവളോടൊപ്പം കിടന്ന പുരുഷനെയും അവളെയും കൊല്ലണം. അങ്ങനെ ഈ തിന്മ ഇസ്രായേലിൽ നിന്ന് നീക്കം ചെയ്യണം. നിയമാവർത്തനം 22:22. മറ്റേ നിയമം, 2 നിയമങ്ങളിൽ ഒന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റേ നിയമം, ഒരാളെ വിവാഹം ചെയ്യാമെന്ന് സമ്മതം നൽകിയ കന്യകയായ ഒരു യുവതി നഗരത്തിൽ വെച്ച് മറ്റൊരു പുരുഷനെ കാണുകയും അവൻ അവളോടൊത്ത് ശയിക്കുകയും ചെയ്താൽ 2 പേരെയും
നഗര കവാടത്തെങ്കിലേക്ക് കൊണ്ടുവരികയും രണ്ടുപേരെയും കല്ലെറിഞ്ഞ് കൊല്ലുകയും വേണം. നഗരത്തിൽ വെച്ച് സഹായത്തിനായി നിലവിളിക്കാത്തതിനാൽ യുവതിയെയും അയൽക്കാരന്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്തിയതിനാൽ ആ പുരുഷനെയും വധിക്കണം. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആ തിന്മ നീക്കം ചെയ്യണം. നിയമാവർത്തനം 22, 23, 24 വാക്യങ്ങൾ. ഇങ്ങനെ 2 നിയമങ്ങളാണ് മോശ നൽകിയിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് ചില പദങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. അവിവാഹിതരായ 2 പേർ തമ്മിലുള്ള അവിഹിത വേക്ഷയാണ് ഫോർണിക്കേഷൻ അഥവാ പരസംഗം. അവിവാഹിതരായി വിവാഹം കഴിക്കാത്ത 2 പേര് തമ്മിൽ അവിഹിത വേക്ഷ അങ്ങനെ വന്നാൽ അതാണ് പരസംഗം അല്ലെങ്കിൽ ഫോർണിക്കേഷൻ. അവരിൽ ഒരാളെങ്കിലും വിവാഹം ചെയ്ത ആളാണെങ്കിൽ അതിന് പരസംഗം എന്നല്ല പറയുക, വ്യഭിചാരം എന്നാണ്. അഡൽട്ടറി വ്യഭിചാരമാണ്. ഈ അവിവാഹിത തമ്മിലുള്ള ബന്ധമാണെങ്കിൽ അതിൽ കല്യാണം കഴിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒരാൾ കല്യാണം കഴിച്ചതാണെങ്കിൽ പിന്നെ ഇവർ തമ്മിലുള്ള കല്യാണത്തിന് സാധ്യത ഇല്ലല്ലോ. ഒരാൾ ഓൾറെഡി വേറെ ആളൊരു കല്യാണം കഴിച്ചു പോയിരിക്കുന്നതാണ്. വേറൊരാളുടെ ഭാര്യയെയോ ഭർത്താവിനെയോ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതിനാൽ വ്യഭിചാരം പരസംഗത്തെക്കാൾ ഗൗരവതരമായ തിന്മയാണ്. ഞാൻ പറഞ്ഞതുപോലെ പരസംഗത്തിൽ ഏർപ്പെടുന്നവർക്ക് വിവാഹം കഴിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരം സാധ്യത വ്യഭിചാരത്തിലില്ല. വിലക്കപ്പെട്ട രക്തബന്ധത്തിലുള്ളവർ തമ്മിലുള്ള ബന്ധമാണ് അഗമ്യഗമനം, ഇൻസെസ്റ്റ്. അപ്പം അപ്പനും മോളും തമ്മിലോ മോനും അമ്മയും തമ്മിലോ അല്ലെങ്കിൽ വിലക്കപ്പെട്ട ബന്ധങ്ങളുണ്ട്, അവർ തമ്മിലുള്ളതൊക്കെ. വ്യഭിചാരികളായ സ്ത്രീ പുരുഷന്മാരെ കൊല്ലണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ കൊല്ലണമെന്ന് നിയമാവർത്തന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടില്ല. നിയമാവർത്തനം 22, 22, ലേവ്യ 20, 10. വ്യഭിചാരികളായ സ്ത്രീ പുരുഷന്മാരെ കൊല്ലണം. കല്ലെറിഞ്ഞ് കൊല്ലുന്നതിനേക്കാൾ കഴുത്ത് ഞെരിച്ച് കൊല്ലുക എന്നതാണ് അക്കാലത്തെ ന്യായാധിപന്മാർ വിധിക്കാറുള്ളത്. ഇക്കഥയിലെ സ്ത്രീ കന്യകയായ യുവതിയാണെന്ന് സൂചനയില്ല. പ്രത്യുത വിവാഹം കഴിഞ്ഞവളും എന്നാൽ ഭർത്താവിനെ വഞ്ചിച്ച് മറ്റൊരാളുമായി കിടക്ക പങ്കിട്ടവളുമാണ്. ലൈംഗിക സംഭോഗത്തിനിടയിൽ പിടിക്കപ്പെട്ടു എന്നാണ് ഇവിടെ കാണുന്നത്. ഷീ വാസ് കോട്ട് ഇൻ ദ ആക്ട് ഓഫ് അഡൽട്ടറി. കയ്യോടെ പിടികൂടി എന്ന് പറയല്ലോ, തൊണ്ടി സഹിതം പിടികൂടി എന്ന് പറയുന്ന പോലെ ഇക്കാര്യത്തിൽ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൾ പിടിക്കപ്പെട്ടത്. അത് 2 സാക്ഷികൾ കാണുകയും ചെയ്തിരിക്കണം. പിടിക്കപ്പെടുമോ ഇവരിങ്ങനെ പ്രവൃത്തിയിലായിരുന്നുവെന്ന് 2 സാക്ഷികൾ കാണുകയും വേണം. നിയമാവർത്തനം 19, 15. മതനിയമം അനുസരിച്ച് 2 പേരെയും സ്ത്രീയെയും പുരുഷനെയും വധിക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ പുരുഷൻ രക്ഷപ്പെട്ട് കളഞ്ഞു. അല്ലെങ്കിൽ യേശുവിനെ പരീക്ഷിക്കാൻ ഒരാളെ കൊണ്ടുവന്നാൽ മതി എന്ന് ഈ കൊണ്ടുവന്നവർ തീരുമാനിച്ചു. യോഹന്നാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കർത്താവിനെ പരീക്ഷിച്ചുകൊണ്ടാണ് അവർ ചെയ്തത്. പരീക്ഷിച്ചുകൊണ്ട് നിയമം എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് യേശുവിൽ നിന്ന് ഉപദേശം തേടുകയല്ല ഫരിസയരുടെ ലക്ഷ്യം. യേശുവിൽ കുറ്റം ആരോപിക്കാനോ യേശുവിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് വരുത്തി തീർക്കാനോ ഒരു ശ്രമം നടത്തുകയാണ് അവരുടെ ലക്ഷ്യം. എന്നാണ് അവർ ഒരുക്കിയിരിക്കുന്ന കെണി. ഒരാളെ കല്ലെറിഞ്ഞു കൊല്ലാൻ യേശു കൽപ്പനയിട്ടാൽ അവനെതിരെ റോമായുടെ ഭരണാധിപന്മാരോട് പരാതിപ്പെടാം. കാരണം എന്താ? അവൻ നിയമം കയ്യിലെടുത്തു. വധച്ചിട്ട് വിധിക്കാനുള്ള അധികാരം യഹൂദരിൽ നിന്ന് എടുത്തു മാറ്റി റോമാക്കാർക്ക് മാത്രമായി നിജപ്പെടുത്തിയിരുന്നു. യോഹന്നാൻ 18:31. അതായത് ഒരാളെ കൊല്ലാനുള്ള അധികാരം യഹൂദന്മാർക്കില്ല, അത് റോമ ഗവൺമെന്റിനേ ഉള്ളൂ. അപ്പോൾ ഇവളെ കൊല്ലു എന്ന് പറഞ്ഞാൽ, മോശയുടെ നിയമം ഇവളെ കൊല്ലു എന്ന് പറഞ്ഞാൽ റോമ ഭരണാധികാരികളോട് യേശുവിനെതിരെ പരാതിപ്പെടാം. അവർക്ക് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രമാണമെടുത്ത് കർത്താവ് കയ്യിലെടുത്തു, നിയമം കയ്യിലെടുത്തു എന്ന് പറയാം. അതാണ് കെണിയുടെ ഒരു വശം. മറുവശം, അവളെ കല്ലെറിഞ്ഞ് കൊല്ലരുതെന്ന് യേശു പറഞ്ഞാൽ മോശയുടെ ന്യായപ്രമാണത്തിനെതിരെ നിലപാടെടുക്കുന്ന കള്ള മിശികയാണ് എന്ന് മുദ്രകുത്താം യേശുവിനെ. കാരണം വധച്ചിട്ട് നൽകേണ്ട കുറ്റകൃത്യമായി വ്യഭിചാരത്തെ മോശയുടെ പ്രമാണം ന്യായപ്രമാണം വർഗീകരിച്ചിട്ടുണ്ട്. ലേവ്യ 20:10, നിയമാവർത്തനം 22, 22. അപ്പോൾ ഒന്നുകിൽ റോമാക്കാരോട് പരാതിപ്പെടാം. അങ്ങനെ യേശു റോമാക്കാർക്ക് റിസർവ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു അധികാരം കയ്യിലെടുത്തു, നിയമം കയ്യിലെടുത്തു എന്ന പരാതിപ്പെടാം. യേശുവിനെ അറസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ വിശുദ്ധിക്കാൻ കൊള്ളാത്ത മോശയുടെ ന്യായപ്രമാണം ലംഘിക്കാൻ ആവശ്യപ്പെടുന്ന കള്ള മിശികയാണ് യേശു എന്ന് വരുത്തി തീർക്കാം. ഇതാണ് അവരൊരുക്കിയ കെണി. യേശു എഴുതിക്കൊണ്ടിരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, 2 പ്രാവശ്യം എഴുതിക്കൊണ്ടിരുന്നു. യേശു എന്തെങ്കിലും എഴുതി എന്ന് രേഖപ്പെടുന്ന ഏക തിരുവചന പാഠമാണിത്. യേശുവിന് എഴുത്തും വായനയൊക്കെ അറിയാം എന്നുള്ളതിന് ചില തെളിവുകളുണ്ട്. സിനഗോഗിൽ തിരുവചനം വായിക്കുന്നുണ്ട്, അപ്പോൾ വായന അറിയാം. ഇവിടെ എഴുതിയിരിക്കുകയാണ് എഴുതി. അപ്പോൾ യേശുവിന് എഴുതാൻ അറിയാം. യേശു എന്താണ് നിലത്ത് എഴുതിയതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒരുപക്ഷെ അതൊരു പ്രതീകാത്മക പ്രവൃത്തിയായിരിക്കാം. എങ്കിലും
യേശു എന്താണ് എഴുതിയത് എന്ന് പല നിർദ്ദേശങ്ങളുണ്ട്. നമുക്ക് ചില നിർദ്ദേശങ്ങളൊന്ന് പരിശോധിക്കാം. പഴയ നിയമത്തിൽ ദൈവം കല്ലിലാണ് പ്രമാണങ്ങൾ എഴുതിയത്. അത് മാറ്റാൻ പറ്റില്ല. അവ കൽപ്പനകളാണ്. പുതിയ നിയമത്തിൽ യേശു നമ്മുടെ പാപങ്ങൾ മണലിൽ എഴുതിയിട്ട് എന്നിട്ട് മായ്ച്ചു കളഞ്ഞു. നമ്മുടെ പാപങ്ങൾ ഓർത്തിരിക്കാൻ അവന് ഇഷ്ടമില്ല. കാരണം പാപത്തിന് പരിഹാരമായിട്ട്, അതായത് പാപത്തിന് ശിക്ഷ മരണമാണ്. ആ മരണം ഏറ്റെടുത്ത് നമ്മളെ വിടുവിക്കാൻ വേണ്ടിയാണ് അവൻ വന്നിരിക്കുന്നത്. അതിനാൽ ഈ നമ്മുടെ പാപങ്ങളൊക്കെ മണലിൽ എഴുതിയിട്ട് അതങ്ങ് മായ്ച്ചു കളഞ്ഞു, അതൊക്കെ ഞാൻ എടുക്കുകയാണ് എന്ന മട്ടിൽ അതായിരിക്കാം ഒരു സൂചന. മിക്ക പണ്ഡിതന്മാരും പറയുന്ന മറ്റൊരു അഭിപ്രായമാണ്. യിരെമ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിലെ ഒരു തിരുവെഴുത്ത്, അതാണ് യേശു നിലത്ത് എഴുതിയത്. അങ്ങിൽ നിന്ന് പിന്തിരിയുന്നവർ പൂഴിയിൽ എഴുതിയ പേര് പോലെ മാഞ്ഞു പോകും, കാരണം അവർ കർത്താവിനെ ഉപേക്ഷിച്ചിരിക്കുന്നു. യിരെമ്യാ 17:13. ഈ യിരെമ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിലെ തിരുവചനം, അങ്ങിൽ നിന്ന് പിന്തിരിയുന്നവർ പൂഴിയിൽ എഴുതിയ പേര് പോലെ മാഞ്ഞു പോകും, കാരണം അവർ കർത്താവിനെ ഉപേക്ഷിച്ചിരിക്കുന്നു. യിരെമ്യാ 17:13. ജീവജലമായ യേശുവിനെ, അതാണ് ഇതിന് മുമ്പത്തെ അധ്യായത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 7:38. ജീവജലമായ യേശുവിനെ ഉപേക്ഷിച്ച ഫരിസയർ ഈ ഗണത്തിൽപ്പെടുന്നു. സഭാപിതാക്കന്മാരിൽ മിക്കവരും ഇതാണ് യേശു എഴുതിയത് എന്ന നിലപാടുള്ളവരാണ്. യേശുവിൻ്റെ പ്രവൃത്തിയെ സ്വാധീനിച്ചത് ഈ തിരുവെഴുത്താണ് എന്നാണ് അവരുടെ വ്യാഖ്യാനം. സാധ്യതയുണ്ട്. റോമൻ കോടതികളിലെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് പ്രാഡിവാകൻ എന്ന് പറഞ്ഞാൽ ജഡ്ജി ആദ്യം വിധി പ്രസ്താവം എഴുതണം, എന്നിട്ടത് വായിക്കണം. അപ്പോൾ യേശു ഒരു ന്യായാധിപൻ എന്ന നിലയിൽ അത് എഴുതി വായിച്ചു. അതാണ് റോമൻ കോടതികളിലെ നീതിന്യായ വ്യവസ്ഥ. അതൊരു ചട്ടം അങ്ങനെയാണ്. 4-മതൊരു സജഷൻ ഉള്ളത്, കള്ളസാക്ഷ്യം നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കരുത്, ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ പ്രവർത്തിക്കരുത്. പുറപ്പാട് 23:7. കള്ളസാക്ഷ്യം നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കരുത്, ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ പ്രവർത്തിക്കരുത്. ഈ വചനമാണ് എഴുതിയതെന്നാണ് വേറൊരു അഭിപ്രായം. വേറെ 5-മത്തെ നിർദ്ദേശം, ഒരു തീരുമാനമെടുക്കാനായി യേശു ചിന്തയിലാണ്ടു എന്നാണ്. യേശു ചിന്തയിലാണ്ടു. അപ്പോൾ 2-മത് കുനിഞ്ഞ് എഴുതിയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇല്ലേ ഇനി ഇവർ എന്ത് ചെയ്യും എന്നുള്ള ചിന്തയിലാണ്ടതാണോ? അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞല്ലോ, ഈ എഴുത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, കൃത്യം അറിഞ്ഞുകൂടാ. ചുറ്റും നിന്നവരുടെ പാപങ്ങളാണ് യേശു എഴുതിയതെന്ന് മറ്റൊരു ഭാഷ്യം, 6-മത്തെ ഭാഷ്യം. ഈ ആദ്യം പറഞ്ഞ 2 വ്യാഖ്യാനങ്ങൾക്കാണ് കൂടുതൽ സാധ്യത. ഒന്ന് യിരെമ്യാ 17:13, അല്ലെങ്കിൽ ഈ പഴയ നിയമത്തിൽ കല്ലിൽ എഴുതപ്പെട്ട കൽപ്പനകൾ, മാറ്റാൻ പറ്റാത്ത കൽപ്പനകൾ, പുതിയ നിയമത്തിൽ ഈ പ്രമാണ ലംഘനങ്ങളെല്ലാം തന്നെ, അതിന് ശിക്ഷയെല്ലാം തന്നെ യേശു തന്നിലേക്ക് എടുത്തത് കൊണ്ട് അത് മായ്ച്ചു കളയുന്നു എന്നുള്ള ഒരർത്ഥത്തിൽ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് പിന്തിരിയുന്നവർ പൂഴിയിൽ എഴുതിയ പേര് പോലെ മാഞ്ഞു പോകും എന്ന തിരുവചനമായിരിക്കും. ഇതാണ് സാധ്യതകളുള്ളത്. എങ്കിലും കൃത്യമായിട്ട് നമുക്കൊരു നിഗമനത്തിലെത്താൻ കഴിയില്ല. കാരണം യേശു എഴുതി എന്നല്ലാതെ എന്താണ് എഴുതിയത് എന്നില്ല. ഞാൻ മറ്റൊരു വ്യാഖ്യാനത്തിൽ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ കത്തഗ്രാഫോ എന്ന വാക്കിന് ചിത്രമെഴുത്തെന്നും കൂടി അർത്ഥമുണ്ടെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഒരുപാട് നേരം കർത്താവ് ഈ എഴുത്തിൽ മുഴുകുന്നത് കൊണ്ട് ഈ മണലിൽ ഈ സ്ത്രീയുടെ രൂപം ഉണ്ടാക്കുകയായിരുന്നു എന്ന് ഞാനൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അതായത് ഇവരിങ്ങനെ ഒരുപാട് നിർബന്ധിച്ച് കഴിയുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആദ്യം പാപമില്ലാത്തവൻ പാപം ചെയ്യാൻ ആദ്യം കല്ലെറിയുക, എന്നിട്ട് വീണ്ടും നിലത്ത് കുനിഞ്ഞ് എഴുതി. അതായത് കർത്താവ് ഇവളുടെ രൂപം മണലിൽ ഉണ്ടാക്കുകയായിരുന്നു. അത്രയും സുന്ദരിയായ ഒരു പെണ്ണ്. അങ്ങനെ ഇവരെല്ലാം പോയി കർത്താവ് ഈ സ്കൾപ്ചറിങ് കഴിഞ്ഞ് ചോദിച്ച അവളോട്, സ്ത്രീയെ എന്തേ അവരൊക്കെ എവിടെ? അവരും വരയ്ക്കാൻ കർത്താവ് ആഗ്രഹിച്ചിരുന്നോ? ആരും തന്നെ വിധിച്ചില്ലേ? എന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു വ്യാഖ്യാനം പറഞ്ഞതാണ്, കർത്താവ് അവളുടെ സൗന്ദര്യമാണ് കണ്ടത്, പാപമല്ല. ഈ പാപികൾ അവളുടെ പാപങ്ങളെ കണ്ടത്. ഈ അവളെ പിടിച്ചുകൊണ്ട് വന്ന ആളുകളൊക്കെ പാപികളാണല്ലോ, അവളോടൊത്തോ അല്ലാതെയോ മറ്റു പാപങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവർ. പാപികൾ ആ സ്ത്രീയുടെ പാപങ്ങൾ മാത്രമാണ് കണ്ടത്. പക്ഷെ കർത്താവ് കണ്ടത്, ഒരു പാപവുമില്ലാത്ത കർത്താവ്, സർവം നന്മയായ പരമപരിശുദ്ധനായ കർത്താവ് അവളുടെ സൗന്ദര്യമാണ് കണ്ടത്. ഇത് തെളിയിക്കാനായിട്ട് ഒരുപാട് സംഭവങ്ങൾ, ഈ വ്യാഖ്യാനം തെളിയിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾക്ക് ബൈബിളിലുണ്ട്. ഈ പുരോഹിതന്മാർക്ക് മാത്രമുള്ള ഭക്ഷണം കഴിക്കുന്ന ആ സമയത്തും കർത്താവ് ഇങ്ങനെ ഈ തൻ്റെ ശിഷ്യന്മാരെ ന്യായീകരിക്കാനുള്ള വെപ്രാളത്തിനിടയിൽ അബിയാഥർ മഹാപുരോഹിതനായിരിക്കും എന്ന് പറയുന്നുണ്ട്. അഹിമേലെക്കായിരുന്നു മഹാപുരോഹിതൻ.
അഭിയാധാർന്ന കർത്താവ് പറയണേ. അതായത് ശിഷ്യന്മാരുടെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടാണ്, വെപ്രാളമാണ്. ഗെത്സമൻ തോട്ടത്തിൽ കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ചോദിക്കുന്നത്, നിങ്ങൾ ആരന്വേഷിക്കുന്നു? നസ്രായനായ യേശുവിനെ. ഞാനാണത്. നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതിൽ ഇവർ പോകട്ടെ. അപ്പോൾ കർത്താവ് സ്വയം സമർപ്പിച്ച് മറ്റുള്ളവർ രക്ഷിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ രീതിയാണ്. ഈ ആദാമ് സ്വയം ന്യായീകരിച്ച് ഹവ്വയെ കുറ്റപ്പെടുത്തി, ഹവ്വ സ്വയം ന്യായീകരിച്ച് സർപ്പത്തെ കുറ്റപ്പെടുത്തി. അതാണ് പാപികളുടെ രീതി. കർത്താവ് മറിച്ചാണ്. അവൻ എല്ലാ കുറ്റങ്ങളും അവനങ്ങ് ഏറ്റെടുക്കും. അതാണ് ദൈവത്തിൻ്റെ രീതി. അപ്പോൾ ഈ ഹയസ്റ്റ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന അത്യുന്നതമായ ആധ്യാത്മികത എന്ന് പറയുന്നത് മറ്റുള്ളവരെ പാപങ്ങൾ പോലും സ്വയം ഏറ്റെടുക്കുന്നതാണ്. അങ്ങനെ കർത്താവ് ഒരുപാട് സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സൗന്ദര്യം കാണുകയും പാപത്തെ തന്നിലേക്ക് എടുത്ത് അത് കത്തിച്ച് കളയുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ഒരു മാജിക്ക് ഇത് നമ്മുടെ സുവിശേഷങ്ങളിലും പഴയ നിയമത്തിലൊക്കെ കാണുന്നതാണ്. അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശദമായിട്ട് മുമ്പ് ഒരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ അത് വീണ്ടും അതിലേക്ക് അത്ര അങ്ങോട്ട് ആഴത്തിലേക്ക് പോകാതെ. ധാർമ്മികമായിട്ട് നോക്കിയാൽ മറ്റുള്ളവരുടെ തെറ്റുകളെ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പും പിമ്പും നാം വിനയത്തോടെ കുനിയണമെന്ന് പഠിപ്പിക്കാൻ ക്രിസ്തു 2 പ്രാവശ്യം കുനിഞ്ഞു നിലത്തെഴുതി. ഇത് നാം ശീലിച്ചാൽ മറ്റുള്ളവരുടെ അനീതിയോടെയും കാരുണ്യമില്ലാതെയും പെരുമാറാതിരിക്കാൻ കഴിയും. വിശുദ്ധ ബീഡിൻ്റെ ഒരു വ്യാഖ്യാനമാണ്, ധാർമ്മിക വ്യാഖ്യാനമാണ്. മറ്റുള്ളവരുടെ തെറ്റുകളെ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പും പിമ്പും നാം വിനയത്തോടെ കുനിയണമെന്ന് പഠിപ്പിക്കാൻ ക്രിസ്തു 2 പ്രാവശ്യം കുനിഞ്ഞു നിലത്തെഴുതിയെന്നാണ്. ഒരു മോറൽ എക്സ്പ്ലനേഷനാണ്, സ്ക്രിപ്ചറിലല്ല. എങ്കിലും അതൊരു വലിയ നല്ല സന്ദേശമാണ്. പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ, ഇതാണ് കർത്താവിൻ്റെ ന്യായവിധി. പ്രശസ്തമായ പല വ്യാഖ്യാനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പലതിനും പല വ്യാഖ്യാനങ്ങൾക്കും പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വ്യാഖ്യാനവും ഒന്ന് പറയാം, എന്നിട്ട് കുറേ കൂടി സ്വീകാര്യമായ വ്യാഖ്യാനം എന്തെന്ന് വെളിപ്പെടുത്തുകയും ചെയ്യാം. ഈ പ്രശസ്തമായ പല വ്യാഖ്യാനവും ശരിയല്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം, അങ്ങനെ വ്യാഖ്യാനിച്ചാൽ ഫരിസേയർ ഒരുക്കിയ കെണിയിൽ യേശു വീണുവെന്ന് വരും, ആ കെണിയിൽ യേശു പെട്ടു എന്ന് വരും. അതുകൊണ്ടാണ് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ലെന്ന് നമ്മൾ പറയണേ. ഒന്നാമത്തെ വ്യാഖ്യാനം, വ്യഭിചാരത്തിന് മോശയുടെ ന്യായപ്രമാണത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന വിധിയെ യേശു തകിടം മറിക്കുകയാണെന്നാണ് ഒരു വ്യാഖ്യാനം. വ്യഭിചാരത്തിന് മോശയുടെ ന്യായപ്രമാണത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന വിധിയെ യേശു തകിടം മറിക്കുന്നു അത്രേ. അങ്ങനെ ആയിരുന്നെങ്കിൽ മോശയുടെ ന്യായപ്രമാണത്തിനെതിരെ പഠിപ്പിക്കുന്ന വ്യാജ മിശികയാണ് യേശു എന്ന ഫരിസേയർ ആരോപണം ഉന്നയിക്കുമായിരുന്നില്ലേ? അതുണ്ടായില്ല. മാത്രമല്ല, വധശിക്ഷയുടെ നിയമവശത്തിലേക്ക് യേശു തിരിയുന്നതേയില്ല. യേശു അവരെ കെണിയിൽ നിന്ന് തെന്നി മാറുന്നതേയുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ വ്യാഖ്യാനം ശരിയല്ല. രണ്ടാമതൊരു വ്യാഖ്യാനം എന്താണ്? വ്യഭിചാരക്കുറ്റം ആരോപിച്ച പെണ്ണിനെതിരെ സാക്ഷികൾ ഹാജരില്ലാത്തതിനാലും സാക്ഷിമൊഴികൾ ഇല്ലാത്തതിനാലും അവളെ ശിക്ഷിക്കാതെ വെറുതെ വിട്ടുവെന്നാണ് പറയുന്നത്. വ്യഭിചാരക്കുറ്റം ആരോപിച്ച പെണ്ണിനെതിരെ സാക്ഷികൾ ഹാജരില്ല, സാക്ഷിമൊഴികൾ ഇല്ല, അതിനാൽ അവളെ ശിക്ഷിക്കാതെ വെറുതെ വിട്ടു. ഒരാളെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ ആദ്യം കല്ലെറിയേണ്ടത് സംഭവത്തിന് ദൃക്സാക്ഷികളായ വ്യക്തികളായിരിക്കണമെന്ന് മോശ കൽപ്പിച്ചിരുന്നു. നിയമാവർത്തനം 17:7. ഒരാളെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണെങ്കിൽ ആദ്യം കല്ലെറിയേണ്ടത് സംഭവത്തിന് ദൃക്സാക്ഷികളായ വ്യക്തികളായിരിക്കണം. അതായത് വിധി നടപ്പാക്കേണ്ടത് സാക്ഷികളാണ്. സംഭവത്തിന് സാക്ഷികളുണ്ടെങ്കിൽ നിയമം നടപ്പിലാക്കൂ എന്നാണ് അത്ര യേശു പറഞ്ഞത്. സംഭവത്തിന് സാക്ഷികളുണ്ടെങ്കിൽ നിയമം നടപ്പിലാക്കൂ. ഇതും ശരിയല്ല. ആദ്യമായി യേശു വിധിവാചകം ഉച്ചരിച്ച സമയത്ത് ആ സാക്ഷികള് വ്യഭിചാരിണിയെ കയ്യോടെ പൊക്കിയവർ തന്നെ മുന്നോട്ട് വന്നിരുന്നെങ്കിൽ യേശു പെട്ടുപോയാനെ. സാക്ഷികളുണ്ടെങ്കിൽ കല്ലെറിയൂ എന്നാണ് യേശു ഉദ്ദേശിച്ചതെങ്കിൽ അവർ വന്ന് കല്ലെറിഞ്ഞിരുന്നെങ്കിലോ? അപ്പോ കല്ലെറിഞ്ഞുള്ള വധശിക്ഷ എന്ന രീതി യേശു അംഗീകരിച്ചെന്ന് വരും. കെണിയിൽ പെട്ടുപോകുമല്ലോ. കെണി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ ഒരു വ്യാഖ്യാനം, ആ സ്ത്രീയുടെ പുരുഷ പങ്കാളി ഹാജരില്ലാത്തതിനാൽ കുറ്റം ആരോപിക്കുന്ന നിയമപ്രക്രിയ തന്നെ നിർത്തിവെക്കാൻ യേശു ആവശ്യപ്പെട്ടു. കാരണം രണ്ടുപേരെയും കൊല്ലണമെന്നാണല്ലോ നിയമം. അതിൽ പുരുഷ പങ്കാളി ഇവിടെ ഇല്ല. ഇതും ശരിയായ ഒരു വ്യാഖ്യാനമല്ല. കാരണം പുരുഷ പങ്കാളി ആരാണ്, എവിടെയാണ് എന്നറിയാതെ തന്നെ സൂസന്നയെ വ്യാജമായ വ്യഭിചാരക്കുറ്റം ചാർത്തി വിധി പ്രസ്താവിക്കുന്നതായി പഴയ നിയമത്തിൽ കീഴ്വഴക്കമുണ്ട്. പുരുഷ പങ്കാളി ആരാണ്, എവിടെയാണ് എന്നറിയാതെ തന്നെ. ദാനിയേലിന്റെ ഗ്രന്ഥത്തിൽ 13, 34, 41. മാത്രമല്ല,
ആ പുരുഷ പങ്കാളിയെ കണ്ടെത്തിയാൽ യേശു കല്ലെറിഞ്ഞുള്ള വധശിക്ഷയെ അംഗീകരിച്ചെന്ന് വരില്ലേ? അപ്പോഴാ വ്യാഖ്യാനം ശരിയാകില്ല. അപ്പം നമുക്ക് ചോദിക്കാം, ഇവയൊന്നും ശരിയായ വ്യാഖ്യാനമല്ലെങ്കിൽ പിന്നെ എന്താണ് യേശുവിൻ്റെ വിധി പ്രസ്താവത്തിൻ്റെ അർത്ഥം? ഒന്നാമത്തെ കാര്യം, യേശു അവരൊരുക്കിയ കെണിയിൽ നിന്ന് സമർത്ഥമായി തലയൂരുന്നു. അവൻ കല്ലെറിഞ്ഞുള്ള വധശിക്ഷ ശരിയെന്ന് വിധിക്കുന്നില്ല. കല്ലെറിഞ്ഞുള്ള വധശിക്ഷ ശരിയാണെന്ന് വിധിക്കുന്നില്ല. നിയമം കയ്യിലെടുത്തുന്ന ആരോപണം യേശുവിനെതിരെ ഉന്നയിക്കാമെന്ന ഫരിസയരുടെ പദ്ധതി അതോടെ പൊളിയാണ്. 2, മോശയുടെ നിയമത്തിനെതിരെ സംസാരിക്കുന്നുമില്ല. മോശയുടെ നിയമത്തെ അസ്ഥിരപ്പെടുത്തിയ വ്യാജ മിശിഹ എന്ന് ആരോപിക്കാനുള്ള സാധ്യതയും അതുപോലെ അതോടെ മങ്ങി. മോശയുടെ നിയമത്തെ അസ്ഥിരപ്പെടുത്തുകയോ വധശിക്ഷ എന്ന ആ നിയമം കയ്യിലെടുക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവരൊരിക്കൽ കെണിയിൽ ഒരു കാരണവശാലും യേശു പെട്ടില്ല, തീർന്നില്ല. യേശുവിനെ കെണിയിൽ കുരുക്കാൻ വന്ന ഫരിസയര് കെണിയിൽപ്പെട്ടു. തങ്ങൾ പാപികളല്ലെന്ന് ഫരിസയർ സ്വയം കരുതിയിരുന്നിരിക്കാം. ഫിലിപ്പിയ 3:5-6 പൗലോസ് അങ്ങനെ പറയുന്നുണ്ടല്ലോ. അതിനാൽ വ്യഭിചാരിണിയെ കല്ലെറിഞ്ഞ് കൊല്ലാമെന്നും അവർ വിചാരിച്ചിരുന്നിരിക്കാം. പക്ഷേ അവർ അവളെ കല്ലെറിഞ്ഞ് കൊന്നിരുന്നെങ്കിൽ, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിട്ടെന്ന് കർത്താവ് പറഞ്ഞു, അവർ കൊന്നിരുന്നെങ്കിൽ റോമായുടെ നിയമം കയ്യിലെടുത്തു. അത് വധശിക്ഷ വിധിക്കാൻ നിയമം അവർക്കല്ലേ ഉള്ളൂ. ആ നിയമം കയ്യിലെടുത്തതിന് അവർ തന്നെ കുറ്റക്കാരാകില്ലേ? അവർ പാപികളല്ലെന്ന് അവർ കരുതിയെന്ന് വിചാരിക്കുക. പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയിട്ടെന്നാണ് കർത്താവിൻ്റെ വിധി. ഞങ്ങൾ പാപമില്ലാത്തവരാണ്, ഞങ്ങൾ കല്ലെറിയും എന്ന് പറഞ്ഞ് കല്ലെറിഞ്ഞിരുന്നെങ്കിൽ റോമായുടെ നിയമത്തിനെതിരെ അവർ തന്നെ റോമായുടെ നിയമം കയ്യിലെടുത്തു എന്നാൽ കുറ്റം അവർ പെട്ടുപോകും. യേശുവിനെതിരെ ഏത് കെണിയാണ് അവർ ഒരുക്കി വെച്ചത്, ആ കെണിയിൽ അവർ പെട്ടുപോകും. യേശു അക്കൂട്ടത്തിൽ ഉൾപ്പെടില്ല. കാരണം ഫരിസയർ പാപമില്ലാത്തവരാണെന്ന് യേശു കരുതുന്നില്ല എന്നത് തന്നെ കാരണം. 9:40-41 പറയുന്നുണ്ട്, നിങ്ങൾ പാപമില്ലാത്തവരൊന്നും അല്ല. വ്യഭിചാരിണിയെ കല്ലെറിഞ്ഞു കൊല്ലാൻ യേശു കൽപ്പിച്ചുവെന്നോ റോമായുടെ നിയമം കയ്യിലെടുത്തുവെന്നോ ആരോപിക്കാൻ കഴിയില്ല. കാരണം ഫരിസയർ പാപമില്ലാത്തവരാണെന്ന് യേശു കരുതുന്നില്ല. പാപമില്ലാത്ത കല്ലെറിയാനുള്ള പറഞ്ഞത്. ഫരിസയർ സ്വയം കരുതിയിരിക്കാം ഞങ്ങൾ പാപമില്ലാത്തവരാണ്, പക്ഷെ അവർ പാപമില്ലാത്തവരാണെന്ന് യേശു കരുതുന്നില്ല. 9:4 യോഹന്നാൻ സുവിശേഷം 9:40-41. അതുകൊണ്ട് തന്നെ അവർ കെണിയിൽ പെടും, യേശു കെണിയിൽ പെടില്ല. മറുവശത്ത് വ്യഭിചാരിണിയെ കല്ലെറിയാതെ തന്നെ അവർ വിട്ടുപോകുന്നതിനാൽ മോശയുടെ ന്യായപ്രമാണത്തെ അവർ തന്നെ അവഗണിച്ചില്ലേ? അവളെ കല്ലെറിഞ്ഞില്ലല്ലോ, അവര് കല്ലെറിയേണ്ടതല്ലേ? അപ്പോൾ മോശയുടെ ന്യായപ്രമാണത്തെ അവർ തന്നെയല്ലേ അവഗണിച്ചത്? സ്വയം പാപികളെന്ന് അവർ തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ സ്വയം പാപികളാണെന്ന് അവർ തന്നെ പ്രഖ്യാപിക്കുന്നവരെ വല്ലാത്തൊരു കെണിയിലാണ് ഈ ഫരിസയർ ചെന്ന് വീണത്. വേറെ ചില ഉപപാഠങ്ങളും ഈ തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ വിധിയുടെ സിംഹാസനത്തിൽ ഇരിക്കാൻ ആർക്കെങ്കിലും ശരിക്ക് മനസാക്ഷി പരിശോധിച്ചാൽ ഇരിക്കാൻ പറ്റുമോ? ഇങ്ങനെ വിധിയുടെ സിംഹാസനത്തിൽ ഇരിക്കാൻ ആരുടെയെങ്കിലും മനസാക്ഷി അനുവദിക്കുന്നുണ്ടോ? പാപം ചെയ്ത ആരാണുള്ളത്? പാപം ചെയ്തവരെ എല്ലാം കൊന്നുകളയാൻ പറ്റുമോ? ഒരു പ്രശ്നത്തെയും നിയമത്തിന്റെ കണ്ണിലൂടെ മാത്രം കാണരുതെന്നും എല്ലാ സംഭവങ്ങൾക്കും വൈവിധ്യമാർന്ന ചക്രവാളങ്ങളുണ്ടെന്നും പ്രശ്നത്തെ സമഗ്രതയിൽ സംവീക്ഷണം ചെയ്യുമ്പോൾ മറ്റുള്ളവർ തെറ്റ് എന്ന് നാം വിധിക്കുന്ന പലതും നമ്മുടെ തെറ്റുകൊണ്ട് വന്നതാകാമെന്നും യേശു പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തർ പോയി സ്ഥലം വിട്ടു. യേശുവിൻ്റെ മറുപടിയുടെ ഉജ്ജ്വലത തിരിച്ചറിഞ്ഞ ജ്ഞാനികൾ ആദ്യം സ്ഥലം വിട്ടു. ഒരുപക്ഷെ അവരായിരുന്നു ഏറ്റവും വലിയ പാപികൾ. പ്രായത്തിൽ വളർന്നതോടൊപ്പം പക്വതയിൽ വളരുന്നതിന് പകരം പാപത്തിൽ വളർന്നു അവർ. അപ്പോൾ ഏറ്റവും മുതിർന്നവർക്ക് ഏറ്റവും കൂടുതൽ പാപം, അവരാദ്യം പോയി, പിന്നെയുള്ളവർ. യേശുവും ഈ സ്ത്രീയും തനിച്ച്. ഞാനും നിന്നെ വിധിക്കുന്നില്ല. യേശുവിൻ്റെ അവളോടുള്ള ന്യായാധിപനായ യേശുവിൻ്റെ അവളോടുള്ള വാക്കാണ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല. പ്രാഠ്യവാകനായ യേശുവിൻ്റെ വിധിപ്രസ്താവം അനുസരിച്ച്, അതായത് പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ന്യായാധിപനായ കർത്താവിൻ്റെ വിധി അനുസരിച്ച് അവളെ കല്ലെറിയാൻ യോഗ്യത ഉണ്ടായിരുന്ന ഏക വ്യക്തി അവൻ മാത്രമാണ്, യേശു മാത്രമാണ്. എന്നാൽ അവൻ അവളെ കുറ്റം വിധിക്കുകയോ കുറ്റവിമുക്തയാക്കുകയോ ചെയ്യുന്നില്ല. കുറ്റം വിധിക്കുന്നില്ല, നീ പാപം ചെയ്തിട്ടില്ലെന്നും പറയുന്നില്ല. ഞാനതിന് വിധിക്കുന്നില്ലെന്നേ പറയുന്നുള്ളൂ. നീ കുറ്റവിമുക്തയാണെന്ന് പറയുന്നില്ല, കുറ്റക്കാരിയാണെന്നും പറയുന്നില്ല.
തീർച്ചയായും അവളെ വിധിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ യേശു ഇല്ല. മാത്രമല്ല, ദൈവം എന്ന നിലയിൽ യേശു അവളുടെ പാപം ക്ഷമിക്കുകയാണ് ചെയ്തത്. തീർന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. വ്യഭിചാരിണിയുടെ ഭൂതകാല പാപങ്ങൾ ക്ഷമിച്ച യേശു ഭാവിയിൽ നിർമ്മല ജീവിതം നയിക്കാൻ ആവശ്യപ്പെടുന്നു. ഈ ബെത്സാദ കൊളക്കരയിലെ സുഖപ്പെട്ട ആ തളർവാദ രോഗിയൻ പറയുന്നുണ്ട്, കൂടുതൽ മോശമായി സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. ദൈവത്തിൽ നിന്ന് കരുണ സ്വീകരിച്ച പാപിനി ഇനി മുതൽ പാപം ചെയ്യാതെ ജീവിക്കണം. കാരുണ്യവും നീതിയും സമഞ്ജസമായി സമ്മേളിപ്പിക്കുകയാണ് യേശു. പാപത്തെ ശപിക്കുന്നതിൽ നീതിയും പാപിനിയെ രക്ഷിക്കുന്നതിൽ കാരുണ്യവും. പാപം ഗൗരവമല്ലെന്നോ ദൈവം പാപികളെ ശിക്ഷിക്കുകയില്ലെന്നോ ഒന്നും ഇവിടെ അർത്ഥമാക്കുന്നില്ല. പാപത്തെ പിന്തിരിയാനായി പാപികളോട് കാരുണ്യം കാണിക്കുന്നു. പാപത്തിൽ പിന്തിരിയാനായി പാപികളോട് കാരുണ്യം കാണിക്കുന്നു. അങ്ങനെ കാണിക്കുന്നവനാണ് ദൈവം. പാപിനിയും പാപമില്ലാത്തവനും മുഖാഭിമുഖം നിൽക്കുകയാണ്. എന്തിനാ? പാപിനിയെ മാനസാന്തരത്തിന് ക്ഷണിക്കാൻ. മാത്രമല്ല, യേശു ആരെയും ശിക്ഷാവിധിക്ക് വിധേയമാക്കുന്നില്ലെങ്കിലും 8:15 യോഹന്നാൻ 8:15 ലോകത്തെ ന്യായം വിധിക്കുന്നത് അവനായിരിക്കും. യോഹന്നാൻ 9:39. ഞാൻ ഒന്നുകൂടി പറയാം, യേശു ആരെയും ശിക്ഷാവിധിക്ക് വിധേയമാക്കുന്നില്ലെങ്കിലും യോഹന്നാൻ 8:15 ലോകത്തെ ന്യായം വിധിക്കുന്നത് യേശു തന്നെയായിരിക്കും. യോഹന്നാൻ 9:39. ശിക്ഷാവിധിയും ന്യായവിധിയും തമ്മിൽ ഒരു സൂക്ഷ്മമായ അന്തരമുണ്ട്. ഇപ്പോൾ നമ്മളാണ് ഈ പാപിനിയായ സ്ത്രീയുടെ സ്ഥലത്ത്. കയ്യോടെ പിടിക്കപ്പെട്ടാലും പിടിക്കപ്പെട്ടില്ലെങ്കിലും നമ്മളെല്ലാവരും പാപികളാണ്. നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടുന്നതും കർത്താവിൽ നിന്ന് ഈ പാപമോചനത്തിൻ്റെ അബ്സല്യൂഷൻ, പാപമോചനം കിട്ടുന്നതിൻ്റെയും ഏറ്റവും മനോഹരമായ ഒരു വേദിയാണ് കുമ്പസാരക്കൂട്. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ നിലനിർത്തുന്നുവോ അവ നിലനിർത്തപ്പെട്ടിരിക്കും എന്ന കർത്താവ് 12 പേരോട് പറഞ്ഞ് അവർക്ക് പാപമോചനത്തിൻ്റെ കൂദാശ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെ നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ, 12 പേരോട് പറഞ്ഞ കർത്താവ് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ട് പറയാണ്, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടും. നിങ്ങൾ ആരുടെ പാപങ്ങൾ നിലനിർത്തുന്നുവോ അവ നിലനിർത്തപ്പെടും. ഞാൻ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ എന്നല്ല, ഞാൻ ആരുടെ പാപങ്ങൾ നിലനിർത്തുന്നുവോ എന്നല്ല പറഞ്ഞത്. നിങ്ങൾ 12 പേര്, ആ 12 പേരെ മരണത്തോടെ അവസാനിക്കാൻ വേണ്ടിയല്ലല്ലോ. അവര് കൈവപ്പിലൂടെ, ഇതാണ് ശ്ലൈഹിക പിന്തുടർച്ച അഥവാ കൗദാശിക പിന്തുടർച്ച എന്ന് പറയണേ. അപ്പോൾ അങ്ങനെയാണ് കർത്താവ് ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന്, കർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാനും തന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കോ, മേലിൽ പാപം ചെയ്യരുത് എന്ന് ഈ പ്രായശ്ചിത്തവും പാപമോചനവും പ്രായശ്ചിത്തവും നീതിയും കാരുണ്യവും സമഞ്ജസമായി സമ്മേളിപ്പിക്കാൻ കർത്താവ് ഒരുക്കിയിരിക്കുന്ന മഹാവിസ്മയത്തിൻ്റെ, മഹാകാരുണ്യത്തിൻ്റെ, മഹാനീതിയുടെ കൂദാശയാണ് ഈ കുമ്പസാരം എന്ന കൂദാശ. ഞാൻ പല കാര്യങ്ങളും ഇതിൻ്റെ ഒരുപാട് വിശദാംശങ്ങളൊക്കെ ഞാൻ മുൻപ് പലപ്പോഴായി നൽകിയിട്ടുണ്ട്. ഇനി പിന്നീട് ഞാൻ എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ഓരോ കൂദാശയുടെയും അതിൻ്റെ സകല അംശങ്ങളും ചേർത്ത് ചില വീഡിയോസ് ഇറക്കണമെന്ന്. അത് ഓരോന്നിനും കുറിച്ചാകുമ്പോൾ ചിലപ്പോൾ 4-5 മണിക്കൂറൊക്കെ ഉണ്ടാവും. പക്ഷേ അത് അങ്ങനെ ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് സൗകര്യം പോലെ ഞാൻ പിന്നീട് ചെയ്യാം. ഇതൊരു കൂദാശയുമായി ബന്ധപ്പെട്ട അതിൻ്റെ സകല സംഗതികളും, ബിബ്ലിക്കലായിട്ടുള്ള സംഗതികളൊക്കെ പറയാനായിട്ട് ഒരു താല്പര്യമുണ്ട്. സമയം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ പിന്നീട് ചെയ്യാം. ചുരുക്കത്തിൽ നമുക്ക് മാത്രമല്ല, ഈ കുമ്പസാരം എന്ന കൂദാശ വേണമെന്ന് കർത്താവ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാല് കഴുകുന്ന രംഗത്ത് പറയുന്നുണ്ട്, നിന്റെ കാല് കഴുകാൻ നീ എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. കുളി കഴിഞ്ഞവൻ്റെ കാല് മാത്രം കഴുകിയാൽ മതി, അവൻ ദേഹം മുഴുവൻ ശുദ്ധനാണ്. കുളി എന്ന് പറഞ്ഞാൽ മാമോദീസ കഴിഞ്ഞിട്ടും പാപം ചെയ്യാനിടയായാൽ നമ്മുടെ ശരീരം മൊത്തത്തിൽ മലിനമാകുന്നില്ല, നമ്മുടെ കാലുകൾ മലിനമാകുന്നത് പോലെയാണ്. അങ്ങനെ മലിനമായ കാലുകൾ കഴുകാൻ നീ എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. പങ്ക് വെച്ചാൽ ഓഹരി, എൻ്റെ പിതാവിൻ്റെ ഓഹരി, കൃപയുടെ ഓഹരി നിനക്ക് വേണമെങ്കിൽ നിന്റെ കാല് കഴുകാൻ നീ എന്നെ അനുവദിക്കണം. മാമോദീസ കഴിഞ്ഞ് പാപം ചെയ്തിട്ടുള്ള ആരൊക്കെ ഉണ്ടെങ്കിലും അവൻ്റെ കാല് കഴുകാൻ കർത്താവിനെ അനുവദിക്കണം. അങ്ങനെ നമ്മൾ പാപം ചെയ്തവരുടെ, മാമോദീസ കഴിഞ്ഞ് പാപം ചെയ്തവരുടെ കാലുകൾ കഴുകാൻ കർത്താവിനെ അനുവദിക്കുന്ന ആ ശീലോഹ കുളമാണ് കുമ്പസാരക്കൂട്. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ മോചിക്കപ്പെടും.
മാത്രമല്ല പൗലോസിനെ ദൈവം നേരിട്ട് പാപമോചനം കൊടുക്കല്ല, അനന്യാസ് എന്ന ശിഷ്യന്റെ അടുത്ത് പോകാൻ പറഞ്ഞു. അങ്ങനെ സഭയിലൂടെ അല്ലാതെ, സഭയിലെ കൗദാശിക ശ്ലൈഘ്യ പിന്തുടർച്ചയുടെ അല്ലാതെ പരിശുദ്ധാത്മാവിന് നൽകി പാപമോചനം കൊടുക്കുന്ന കൂദാശ വേറെ ഇല്ല. അതിനകത്ത് തീർച്ചയായിട്ടും ഒരു വലിയ എളിമപ്പെടുത്തലുണ്ട്. നമ്മൾ ഒരു അച്ഛൻ്റെ മുമ്പിൽ കുമ്പിട്ട്, പാപി എന്ന് കരുതുന്ന ഒരു അച്ഛൻ്റെ മുമ്പിൽ നമ്മൾ കുമ്പിടണം. എന്നിട്ട് പാപങ്ങൾ ഏറ്റു പറയണം. എന്നിട്ട് ഏറ്റു പറയുന്നതെല്ലാം നീതിയും കാരുണ്യവും സമഞ്ജസമായി സമ്മേളിപ്പിക്കാൻ വേണ്ടിയാണ്. അതേക്കുറിച്ചൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നീതിയും കാരുണ്യവും ഒക്കെ. അപ്പം അതിന് തക്കതായ, അപ്പം ഗർഭഛിദ്രത്തിന് കൂട്ടുനിന്നു അല്ലെങ്കിൽ ഗർഭഛിദ്രം ചെയ്തു എന്ന് ഒരാൾ പാവം ഏറ്റു പറഞ്ഞാൽ നീ 3 സ്വർഗസ്ഥനായി ചൊല്ലിക്കോ എന്ന് പറഞ്ഞാൽ പോരാ. അത് വൈദികന്റെ അറിവില്ലായ്മയാണ്. ഒരു ജീവനാണ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഗവൺമെന്റ് അനുവദിക്കുന്നു എന്നൊറ്റ കാരണം കൊണ്ട് ആ പാപം അല്ലാതാകില്ല. അപ്പോൾ ഒരു ജീവനെ ദത്തെടുക്കുകയോ അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യുകയോ ഒരു അനാഥക്കുട്ടിയെ വളർത്തുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. കാരണം ഒരു ജീവനാണ് നശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പാപത്തിന് തുല്യമായ, കുറ്റകൃത്യത്തിന് തുല്യമായ തരത്തിലുള്ള പ്രായശ്ചിത്തമാണ് വേണ്ടത്. അപ്പോഴാണ് അത് നീതി പുനഃസ്ഥാപിക്കപ്പെടുക. പാപം ക്ഷമിക്കണം, എന്നാൽ നീതി പുനഃസ്ഥാപിക്കപ്പെടണം. ഇതിന് ഇങ്ങനെ ഒരു ഈ ഫാക്കൽറ്റിയുള്ള ഒരാളുടെ ഏറ്റു പറഞ്ഞേ തന്നെ പറ്റൂ. നമ്മൾ നേരിട്ട് ദൈവത്തോടെല്ലാം പറയാതെ പറഞ്ഞാൽ നമുക്ക് ആ പാപത്തിൻ്റെ ഗൗരവം അറിയണമെന്നില്ല, അതിൻ്റെ കോൺസിക്വൻസസ്, ഭവിഷ്യത്തുകൾ അറിയണമെന്നില്ല, നീതിയും കാരണവും തമ്മിൽ സമ്മേളിപ്പിക്കാനുള്ള വഴികൾ അറിയണമെന്നില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കർത്താവ് ഈ കൂദാശ ഇങ്ങനെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഒന്ന്, മാമോദീസ കഴിഞ്ഞ്, കുളി കഴിഞ്ഞ് നമുക്ക് പാപം ചെയ്യാൻ ഇടയായാൽ നമ്മുടെ കാലുകൾ കഴുകാൻ കർത്താവിനെ അനുവദിക്കണം. അത് ഇന്ന് ചെയ്യുന്നത് അവൻ ഫാക്കൽറ്റി കൊടുത്ത ആളുകൾ വഴിയാണ് നമ്മുടെ കാലുകൾ കഴുകാൻ കർത്താവ് കാല് കഴുകുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ, നിങ്ങൾ ആരുടെ പാപങ്ങൾ നിലനിർത്തുന്നുവോ അത് അതുപോലെ ചെയ്യും. അത് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ടാണ്. അങ്ങനെ ഊതി കൈവപ്പ് നടത്തി പരിശുദ്ധാത്മാവിനെ കൊടുത്തിരിക്കുന്ന ആ ഫാക്കൽറ്റിയുള്ള വൈദികർ തന്നെയാണ് അത് ചെയ്യണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നേരിട്ട് ഏറ്റുപറയുന്ന കുമ്പസാരങ്ങളുണ്ട്. നമ്മുടെ കുർബാനയിൽ, സീറോ മലബാർ സഭയിൽ കുർബാന 2 കുമ്പസാരമുണ്ട്. ഈ ദിവ്യകാരം സ്വീകരിക്കുന്ന തൊട്ട് മുമ്പ് 2 കുമ്പസാരങ്ങളുണ്ട്. ലത്തീൻ സഭയിൽ കുമ്പസാരത്തോടു കൂടിയാണ് കുർബാന ആരംഭിക്കുന്നത് തന്നെ. അതെല്ലാം സാധാരണ പാപങ്ങൾ. ഗൗരവമായ പാപങ്ങൾ അത് പോരാ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നീതി പുനഃസ്ഥാപിക്കപ്പെടേണ്ട സംഗതികളുണ്ടാവും, നീതി നിഷേധം നടന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു കളവ്, ആ കളവ് പണം തിരിച്ചു കൊടുത്താൽ മാത്രം പ്രശ്നം തീരണമെന്നില്ല. അങ്ങനെ പണം കട്ടതിൻ്റെ പേരിൽ ഉണ്ടായ ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ട്, ഭവിഷ്യത്തുകൾ. അതെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അതെല്ലാം പുനഃസ്ഥാപിച്ചാൽ മാത്രമേ ശരിയാകൂ. നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ കാണുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ പണം കട്ടെടുത്തു, എന്നിട്ട് നാട്ടിലേക്ക് അയച്ചു, 2 കൊല്ലം ജയിലിൽ കിടന്നാൽ മതി. ആരെങ്കിലും പണം കട്ടെടുത്തു, അതിന് 2 കൊല്ലത്തെ ശിക്ഷ, ജയിലിൽ കിടന്നാൽ മതി. 2 കൊല്ലം അല്ലെങ്കിൽ നാട്ടിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ പണം കട്ടെടുത്തിട്ട് നാട്ടിലേക്ക് പൈസ അയക്കുക, അവിടെ ജയിലിൽ പോയി കിടക്കുക. 2 കൊല്ലം ശിക്ഷ അനുഭവിച്ചാൽ പ്രശ്നം തീർന്നെന്നാണ്. പ്രശ്നം തീർന്നോ? ആരുടെ പണമാണോ കട്ടെടുത്തത് അവർക്ക് പണം നഷ്ടപ്പെട്ടില്ലേ? നീ 2 കൊല്ലം ജയിലിൽ കിടന്നത് കൊണ്ട് അവർക്ക് പണം നഷ്ടപ്പെട്ടതിൻ്റെ പേരിലുണ്ടായ അനീതി, നീ വരുത്തി വെച്ച അനീതി, അത് അവരെന്ത് ചെയ്യും? അവർ സമ്പാദിച്ചു വെച്ച പണമാണ് നീ കട്ടെടുത്തത്. ശിക്ഷയായിട്ട് നീ ജയിലിൽ കിടക്കുകയും ചെയ്തല്ലോ. നിനക്ക് ഭക്ഷണം കിട്ടി, എല്ലാം കിട്ടി. ഈ പണം നഷ്ടപ്പെട്ടവന് നീതി പുനഃസ്ഥാപിക്കപ്പെട്ടോ? ഇല്ലല്ലോ. അപ്പം അത് ഒത്തിരിപ്പുകേടായിട്ട് നിൽക്കും. അപ്പം ഇതൊക്കെ വന്ന് പറയുമ്പോൾ അതിന് പരിഹാരം എന്താണ് എന്ന് നിർദ്ദേശിക്കലും കൂടിയാണ് കുമ്പസാരം എന്ന കൂദാശ. ഇപ്പം നമ്മൾ സ്വീകരിക്കുന്ന വിധത്തിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാം. കുറേ കൂടി ഈ പരിശുദ്ധ തൃത്വത്തിലെ 3 ആളുകളുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് കുമ്പസാരം. പിതാവായ ദൈവം ആദ്യ വസ്ത്രം, ഈ അതിസ്വാഭാവിക കൃപ എന്ന് പറയുന്ന, വിശുദ്ധീകരിക്കുന്ന കൃപ എന്ന് പറയുന്ന ആ ആദ്യ വസ്ത്രം ധരിപ്പിക്കുന്നു. പുത്രൻ തമ്പുരാൻ, ഞാനും തന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കോ, മേൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പാപമോചനം നൽകുന്നു. പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യുന്നു. ഇങ്ങനെ 3 ആളുകളെയും ആയിട്ടുള്ള കൂടിക്കാഴ്ചയാണ് വാസ്തവത്തിൽ കുമ്പസാരം എന്ന കൂദാശ. അത് നമ്മളിപ്പോൾ പരികർമ്മം ചെയ്യുന്നത് നീണ്ടൊരു ക്യൂ നിൽക്കണു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വേണ്ടത്ര ഈ അനുഭവം, ദൈവാനുഭവം ഉണ്ടാകുന്ന തരത്തിലൊക്കെ ചിലപ്പം നൽകാൻ പറ്റാതെ വരാം. ഈ ധ്യാന കേന്ദ്രങ്ങളിൽ കുറച്ചുകൂടിയും ദൈവാനുഭവമുള്ള കുമ്പസാരങ്ങൾ നടക്കുന്നതിന് കാരണം അവിടെ സമയമെടുത്ത് കുമ്പസാരിക്കുന്നു. ഒരു കൗൺസിലിങ്ങിന് ഇഫക്റ്റ് ഉണ്ട്. അതേസമയം ദൈവികമായി കൂദാശയായതുകൊണ്ട് കൗൺസിലിങ്ങിലെ എല്ലാം ബഹുദൂരം മറികടക്കുന്ന കൃപയുടെ സാന്നിധ്യം അവിടെയുണ്ട്.
അതുകൊണ്ട് കുറച്ചുകൂടി ദൈവാനുഭവം ഉള്ളതായിട്ട് നമുക്ക് അവിടെ അനുഭവപ്പെടുന്നതിന് കാരണം അതാണ്. അങ്ങനെയൊക്കെ ഓരോ ഇടവകയിലും സംഭവിക്കേണ്ടതൊക്കെ തന്നെയാണ്. ഏതായാലും കർത്താവിൻ്റെ ഈ മഹാകാരുണ്യത്തിൻ്റെ കാലയളവാണ് നോമ്പ് കാലം. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, എല്ലാവരും പാപികളാണ്, നമുക്ക് മറ്റാരെയും വിധിക്കാനുള്ള ന്യായവുമില്ല, പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ഈ നീതിയും കാരുണ്യവും ഒരേ സമയത്ത് കണ്ടുമുട്ടാവുന്ന തരത്തിൽ നീതി പുനഃസ്ഥാപിക്കണം. കാരുണ്യം മാത്രം പോരാ, നീതി പുനഃസ്ഥാപിക്കണം. അങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും, നമ്മുടെ സമുദായത്തിലും, നമ്മുടെ ഇടവകയിലും, നമ്മുടെ സഭയിലും, ലോകത്ത് മുഴുവനും ഉണ്ടാകാൻ ഈ സംഗതി, ഈ കർത്താവിൻ്റെ ഈ ജീവിതത്തിലെ മനോഹരമായ ഈ സംഭവം നമുക്ക് പ്രചോദനമാകട്ടെ.